ഇതിപ്പോ എന്റെ ഡെയിലി പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് ലാസ്റ്റ് ഞാൻ പിസയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിസ ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഒരു ചീസ് ബണ്ണും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ നോമ്പ് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും വെറൈറ്റി പരീക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കലുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലേനു. ഒരു ചീസ് ബണ്ണിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് കാര്യമായി അതിനെപ്പറ്റി വിശദീകരണം ഒന്നും വേണ്ടല്ലോ. ഇത് രണ്ടും കാണാൻ നല്ല മെനക്കെടുള്ള പണിയായിട്ട് തോന്നുമെങ്കിലും രണ്ടും ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് പിസ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എല്ലാം കൂടി ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ടേന്. അങ്ങനെ എല്ലാം കൂടി സെറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത ശേഷമാണ് കേട്ടോ കൊണ്ടുവെക്കുന്നുള്ളത്. ഇന്നെല്ലാം കൂടി കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടേനു. ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച പോലെ അങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനുള്ള ടൈമൊന്നും ഇല്ല. എനിക്ക് നോമ്പ് മുറിക്കുന്ന ടൈമില് ജ്യൂസിനേക്കാളും ഇഷ്ടം ലൈമാട്ടാ. ഞങ്ങൾ ജ്യൂസും ചായയും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ലൈം തന്നെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. അങ്ങനെ ആദ്യം തന്നെ നോമ്പ് മുറിച്ച പാട് ചെയ്ത് നമ്മളെ ക്രീമി ചിക്കൻ ചീസ് ബണ്ണാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ചെയ്യുന്നെന്ന് പറയാം. പിന്നെ ഇത് നമ്മളെ പിസയും കൂടി കഴിക്കുന്നുണ്ട്. എന്നാ പിസയുടെ ഷേപ്പിംഗ് ആ പിസ കട്ട് ചെയ്യാൻ അറിഞ്ഞൂടെന്നൊന്നും ആരും ചോദിക്കണ്ട. പിസ കട്ട് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ കൈ കൊണ്ടൊക്കെ മുറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ